ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പെഡഗോഗി സബ്ജക്ട്സ്. അതിൽ 2 യൂണിറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സബ്ജക്റ്റും അതേപോലെ തന്നെ ടീച്ചിങ് സ്കിൽസും. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന യൂണിറ്റ് ആണ് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്. 3rd യൂണിറ്റ് ഏതാണ്? അപ്രോച്ചസ് ഓഫ് ടീച്ചിങ്. ഈ അപ്രോച്ചസ് ഓഫ് ടീച്ചിങ്ങിന്റെ അണ്ടറിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് ആദ്യം നോക്കുന്നത്. First one, approaches of teaching the subject. Second one, steps in planning a lesson. Then designing a lesson plan. Then fourth one, organizing teaching. Fifth one, designing a unit plan. The next one, structure of 4-fold lesson plan. Then 7th one, preparation of a model lesson plans. ഇങ്ങനെ 7 ഏരിയകളാണ് ഏതിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്? അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് എന്നതിന്റെ അണ്ടറിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. ഇനി ഇതിനെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ് എന്നതിന്റെ അണ്ടറിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു 6 അപ്രോച്ചുകളാണ് നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത്. ഇത് എസ്സേക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വായിച്ചാൽ മനസ്സിലാവുന്ന ഏരിയകൾ തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമുക്ക് അത്യാവശ്യത്തിന് ചോദിക്കുന്ന പോയിന്റ്സുകൾ ഏത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളിലും ഔട്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരിക. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓവറോൾ റീഡിംഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അത് കൂടാതെ തന്നെ ഡിസൈനിങ് എ ലെസൺ പ്ലാൻ എന്നുള്ളതിൽ ഹെർബാഷ്യൻ സ്റ്റെപ്സും അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാനും അതിന്റെ അണ്ടറിൽ പഠിക്കുന്നതാണ്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെർബാഷ്യൻ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. ദെൻ ഓർഗനൈസിങ് ടീച്ചിങ് എന്നതിന്റെ അണ്ടറിൽ 3 ലെവൽസുകളാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഓർഗനൈസിങ് ടീച്ചിങ് എന്നുള്ളതിന്റെ ഭാഗത്ത് ചോദിക്കുകയാണെങ്കിലും ടീച്ചിങ് ലെവൽസ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിലും നമുക്ക് എടുത്ത് നോട്ട് ചെയ്ത് എഴുതേണ്ട കാര്യമാണ് എന്ന് പറയുന്നത് ഈ 3 ലെവലുകളായിട്ട് എടുത്ത് പറയുന്നത്. അതിൽ ഏറ്റവും ലോവർ ലെവലിലുള്ളത് ഒന്നാണ് എന്തെന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. സെക്കൻഡറി ലെവലിലുള്ളതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. 3rd ലെവലും അല്ലെങ്കിൽ ഹൈ ലെവലിൽ വരുന്ന ലെവലുമാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഏറ്റവും കാതലായിട്ടുള്ള ഈ ഒരു 3 ഏരിയകൾ നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യണം. അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് എന്നുള്ളതും സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ എന്നുള്ളതും അതിൽ ഹെർബാഷ്യൻ സ്റ്റെപ്സും. ദെൻ 3rd വൺ ലെവൽസ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ടീച്ചിങ് എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്ന 3 ലെവലുകളും. ഓക്കെ, ഇതാണ് വളരെ കാതലായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഡിസൈനിങ് എ ലെസൺ പ്ലാന്, അതുമായി ബന്ധപ്പെട്ട് ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം, സ്ട്രക്ചർ ഓഫ് എ 4-ഫോൾഡർ ലെസൺ പ്ലാൻ എന്നുള്ളത്. ദെൻ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് 3rd സെമ്മിലൊക്കെ ആയിരിക്കും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം എടുത്ത് പഠിക്കുക. ഓക്കെ, ഇത് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് മോഡൽ ലെസൺ പ്ലാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു മോഡൽസ് കുറച്ച് പേജുകളായിട്ട് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതിൽ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ 6 അപ്രോച്ചുകൾ ഏതൊക്കെയെന്നുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. അത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എസ്സേ ആയിട്ട് ഈ 6 നോട്ട് ചെയ്യുക. ദ കോൺസെൻട്രിക് അപ്രോച്ച്, ദ ടോപ്പിക്കൽ അപ്രോച്ച്, ക്രോണോളജിക്കൽ അപ്രോച്ച്, യൂണിറ്റ് അപ്രോച്ച്, കോറിലേറ്റഡ് അപ്രോച്ച്, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഈ ഒരു 6 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചിങ് നടത്താൻ പറ്റും. അത് കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണ്ടന്റ് മാത്രം പഠിപ്പിക്കുക. ടോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ക്രോണോളജിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡർ ബേസിൽ പഠിപ്പിക്കുക, യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക, ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുക, അതേപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടും പഠിപ്പിക്കാം. ഇങ്ങനെ പല രീതിയിൽ, അത് ചില ഹയർ ലെവലിലുള്ളതൊക്കെ ആണെങ്കിലാണ് എന്ത് ചെയ്യുക, ടോപ്പിക് ബേസിൽ അതേപോലെ തന്നെ യൂണിറ്റ് ബേസിലൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശം. ഒരു 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ യൂണിറ്റ് ബേസിലായിരിക്കും പഠിപ്പിക്കുക. ഇന്റഗ്രേറ്റഡ് ബേസിലാണെങ്കിൽ LP, UP സ്കൂളിലെ ലെവലിലൊക്കെ ഇന്റഗ്രേറ്റഡ് ബേസിൽ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലൊക്കെ ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് രീതിയിൽ പഠിപ്പിക്കാം. ഇനി കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ വളരെ കണ്ടന്റ്, ഒരു PhD, MPhil ലെവലിലൊക്കെ ആണെങ്കിൽ കോൺസെൻട്രിക് ലെവലിലൊക്കെ പഠിപ്പിക്കാം. ഓക്കെ, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ അത് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പോയിന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എസ്സേ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് പിന്നെ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ, ഈ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഹെർബാഷ്യൻ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പഠിപ്പിക്കേണ്ടത്. സോ ഒരു ലെസൺ പ്ലാനിന്റെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ടും അത് സ്മാർട്ട് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് സ്പെസിഫിക് ആയിരിക്കുക, മെഷറബിൾ ആയിരിക്കുക, അച്ചീവബിൾ ആയിരിക്കുക, റിയലിസ്റ്റിക് ആയിരിക്കുക, ടൈംഡ് ആയിരിക്കുക.
ഓക്കെ, ആ ഒരു ഗോള്, ആ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ സ്റ്റെപ്സിലേക്ക് പോവുക. അപ്പോൾ സ്റ്റെപ്സ് ഇൻ ലെസൺ പ്ലാൻ എന്നുള്ളതിൽ ഹെർബാഷൻ സ്റ്റെപ്സ് കൂടി നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗോള് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹെർബാഷൻ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. The next one, designing a lesson plan. ഈ ഒരു ലെസൺ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് സ്റ്റെപ്സ് ഇൻ ലെസൺ പ്ലാൻ, അതിൽ ഹെർബാഷൻ സ്റ്റെപ്സ്, അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ എന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങളുമാണ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ് എ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം ഡിറ്റർമിൻ ദ ഇന്ത്യസ് ഫ്യൂച്ചർ. Taking the importance of the above statement, lesson plan helps the teacher to plan and prepare classroom teaching. If a teacher goes to class without any preparation, he will not only waste the time but also face some problems hence to plan and prepare what to teach in each period, how to present it with systematic order and evaluate procedures to be done in that classroom, all combining and presenting in shorts in കോൾഡ് ലെസൺ പ്ലാൻ. അതായത് നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് റൂമിലേക്ക് പോകാൻ അല്ലെങ്കിൽ ടീച്ചിങ്ങിന് പോകേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഒരു ലെസൺ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോട്ട് ചെയ്യുന്നത്. ലെസൺ പ്ലാൻ മീനിങ് എന്താണെന്നുള്ളതാണ്. ഇൻ ലെസൺ പ്ലാൻ ടീച്ചർ ഹാസ് ടു ക്ലിയർലി ഇൻഡിക്കേറ്റ്. ഒരു ലെസൺ പ്ലാനിൽ ടീച്ചർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വാട്ട് ആർ ദ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് and how he is going to teach the content in a specific teaching period. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്, അത് എങ്ങനെയാണ് ആ ഒരു സ്പെസിഫിക് പീരിയഡിൽ ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ എയ്ഡ്സ് ടു ബി യൂസ്ഡ്, ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എയ്ഡുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളാണ് അല്ലെങ്കിൽ സപ്പോർട്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു യൂസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ആ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അല്ലെങ്കിൽ ആ ക്ലാസ് ടൈമിൽ തന്നെ നടത്തുന്ന ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് ഡ്യൂറേഷനിൽ തന്നെ നടത്തുന്ന ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നത്. വാട്ട് ആർ ദ അസസ്മെന്റ് ആർ ടു ബി ഗിവൺ, ഏതൊക്കെ തരത്തിലുള്ള അസസ്മെന്റുകളാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് പോകേണ്ടത്. ഈ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടതും. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് പറയുന്നത് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. Then principles of preparing the lesson plan. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന്റെ നോട്ട് ഞാൻ PDF നോട്ട് നിങ്ങൾക്ക് കൂടി അയച്ചു തരാം. അപ്പോൾ ഇത് തന്നെ വായിച്ച് നോക്കിയിട്ട് എഴുതിയാൽ മതി. എന്നിരുന്നാൽ കൂടിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ് ഓരോന്നിൽ ഞാൻ എടുത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പ്രിൻസിപ്പിൾസ് ഫോർ പ്രിപ്പയറിംഗ് ദ ലെസൺ പ്ലാൻ. സ്റ്റുഡൻസ് പ്രീവിയസ് നോളജ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Their capabilities must be basic for a lesson plan. ആ കുട്ടികളുടെ മുൻ അറിവുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം ഏത് ലെവലിലാണ് കുട്ടികളുടെ അറിവുള്ളത് ആ ലെവലിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരുടെ കപ്പാസിറ്റിയെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ഇൻ ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് ആൻഡ് എഫക്റ്റീവ് മാനർ. നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് സബ്ജക്ട് മാറ്റർ അത് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അത് എഫക്റ്റീവ് മാനറിലും ആയിരിക്കണം എന്നതാണ്. ഓൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെസൺ ബോത്ത് ജനറൽ ആൻഡ് സ്പെസിഫിക്. അതായത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ്സിൽ പ്രധാനമായിട്ടും ജനറൽ ഒബ്ജക്റ്റീവും സ്പെസിഫിക് ഒബ്ജക്റ്റീവും അത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. ഷുഡ് നോ ടു ദി ടീച്ചർ. ആ ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ജനറൽ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം ടീച്ചർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ലെസൺ പ്ലാൻ ഷുഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റിന് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് മോട്ടിവേറ്റിംഗ്, സെൽഫ് തിങ്കിങ്, തോട്ട് പ്രൊവോക്കിംഗ് എക്സെട്ര ഷുഡ് ഫൈൻഡ് എ പ്ലേസ് ഇൻ എ ലെസൺ പ്ലാൻ. എവിടെങ്കിലും ഒരു സമയത്ത് ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തുന്ന രീതിയിലോ തോട്ടുകളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മാറി ചിന്തിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ മാറ്റുന്ന രീതിയിലോ ചിന്താഗതിയിലോ ഉൾച്ചേർക്കുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യണം, എവിടെയെങ്കിലൊക്കെ ആ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ മസ്റ്റ് ആയിട്ടും ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പിളുകളായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഓഫ് എ ലെസൺ പ്ലാൻ. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്.
അപ്പോൾ ഈ പ്രിൻസിപ്പിളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിനെയും ഉൾപ്പെടുത്താം. അത് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഈ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം, PDF ആയിട്ട് തരികയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ദെൻ ഹെർബാഷ്യൻ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെപ്സ് ഇൻ ലെസൺ പ്ലാൻ എന്നുള്ളതിൽ ഹെർബാഷ്യൻ സ്റ്റെപ്സ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹെർബാഷ്യൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന ചില സ്റ്റെപ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്റ്റെപ്സ് ആണ് ഹെർബാഷ്യൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിൽ 5 സ്റ്റെപ്സുകളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ആ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത് ആദ്യം പ്രിപ്പറേഷൻ നടത്തുക, രണ്ടാമത് പ്രസന്റേഷൻ നടത്തുക, പിന്നെ അസോസിയേഷൻ ബന്ധം കണ്ടെത്തുക, പിന്നെ ജനറലൈസേഷനിലേക്ക് പോകുക, അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ദെൻ അത് അപ്ലൈ ചെയ്യുക, അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു സ്റ്റെപ്സ് ആയിരിക്കണം അവിടെ ഹെർബാഷ്യൻ സ്റ്റെപ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാനിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ് ഉൾപ്പെടുത്തേണ്ടത്. പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ അതിന്റെ സ്റ്റെപ്സുകളായിട്ട് വരുന്നു മോട്ടിവേറ്റിംഗ് പ്രിപ്പറേഷൻ ഓർ പ്രിപ്പറേഷൻ, മോട്ടിവേഷൻ നടത്തുക. അഥവാ നിങ്ങളൊരു ക്ലാസ് റൂമിലേക്ക് പോയി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ നടത്തേണ്ട സംഭവം എന്താണ്, കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യം അവർക്ക് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളിൽ നിന്നോ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ അംബിഷൻ എന്താണ്, ആ അംബിഷനിൽ ഈ സബ്ജക്ട് എത്രത്തോളം യൂസ്ഫുൾ ആവും, അതിൽ ആവശ്യകത ഉണ്ടോ, നിങ്ങളുടെ റിയൽ ലൈഫിൽ അത് ആവശ്യകത ഉണ്ടോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അവരൊന്ന് പ്രിപ്പയർഡ് ആക്കുക, ആ ക്ലാസ്സിനോടൊന്ന് തയ്യാറാക്കിപ്പിക്കുക കുട്ടികളെ. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് പ്രസന്റ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ ലൈഫിലോ അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസൺസ് നടത്തുക. നമ്മൾ പറഞ്ഞ മോട്ടിവേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ആവശ്യകതയെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒക്കെ കമ്പാരിസൺ നടത്തുക, അതിനെ ബന്ധപ്പെടുത്തുക. ദെൻ അതിന്റെ ജനറലൈസേഷനിലേക്ക് പോകുക, അപ്ലിക്കേഷൻ നടത്തുക, റീക്യാപ്ചുലൈസേഷൻ നടത്തുക. ലാസ്റ്റ് വേണം എന്ത് ചെയ്യുക, അവർക്ക് ചില അസൈൻമെന്റുകളും കാര്യങ്ങളും കൊടുക്കുക. ഈ ഒരു പ്രിപ്പറേഷൻ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള സ്റ്റെപ്സുകൾ, ഈ ഒരു സ്റ്റെപ്സുകൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്തുക. ഹെർബാഷ്യൻ സ്റ്റെപ്സ് ഉണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ സ്റ്റെപ്സും 7 ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അപ്രോച്ചസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ്, അതേപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എ ലെസൺ, അതിൽ ഹെർബാഷ്യൻ സ്റ്റെപ്സ്. ദെൻ ഡിസൈനിങ് എ ലെസൺ പ്ലാൻ, അതിൽ പ്രധാനമായിട്ടുള്ള 2 ഹെർബാഷ്യൻ സ്റ്റെപ്സും പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാനും. ദെൻ 4th വൺ ആണ് ഓർഗനൈസിങ് ടീച്ചിങ്. ഓർഗനൈസിങ് ടീച്ചിങ്ങില് 3 ലെവലുകളാണ് എടുത്ത് പഠിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി വീണ്ടും വരാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അയച്ചു തന്നിട്ടുണ്ടാവും. ആ ഫേസ്ബുക്ക് എപ്പോഴും ഫോളോ ചെയ്തിരിക്കുക. അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസും മിക്കവാറും ഒക്കെ ഫേസ്ബുക്കിലായിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ 13 സെക്കൻഡ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതേപോലെ തന്നെ യൂട്യൂബും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകം നോട്ട് ചെയ്തുക. ഓക്കെ, സോ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.